കൃത്യമായിട്ടും വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തിലേർപ്പെട്ട മനോനില തെറ്റിയ ഒരു ക്രിമിനലിനെ കോൺഗ്രസ് പാർട്ടി അവസാന നിമിഷം വരെ സംരക്ഷിക്കുന്ന സമീപനമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ്. ഇനി ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് പാർട്ടിക്കകത്തുള്ളപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാമായിരുന്നു. അത് കോൺഗ്രസ് ചെയ്തില്ല. കാരണം കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഈ കേസുമായി ബന്ധമുണ്ട്, നേരത്തെ തന്നെ അറിയുന്നതാണ്. പ്രമുഖരായിട്ടുള്ള പല നേതാക്കളോടും ഇത്തരത്തിൽ അതിജീവിതകൾ പരാതി നൽകിയതാണ്. ആ ഘട്ടത്തിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്ന സമീപനമാണ് എല്ലാവരും സ്വീകരിച്ചത്. ഇപ്പോൾ സർക്കാരും ഈ അറസ്റ്റ് വൈകിക്കുന്നത് ബോധപൂർവമാണ്. രാഹുൽ മാങ്കൂട്ടം എവിടെയുണ്ടെന്നോ എല്ലാം പോലീസിന് അറിയാമായിരുന്നു. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഈ ചർച്ച തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിൽക്കട്ടെ എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളതും പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ഈ 8 ദിവസമായി രാഹുൽ ഒളിവിലാണ്. പക്ഷെ അവസാന നിമിഷം എപ്പോഴും പിടിക്കാൻ ചെന്ന അവസാന നിമിഷം കിട്ടുന്നില്ല. അത് പോലീസ് തന്നെ ചോർത്തി കൊടുക്കുന്നതാണെന്ന്. ഈ ചർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലുടനീളം നിൽക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പോലീസ് നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഞൊടിയിടക്കുള്ളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതിനുള്ള എല്ലാ സംവിധാനവും കേരള പോലീസിനുണ്ട്. പക്ഷേ മനഃപൂർവ്വം അവർ അറസ്റ്റ് ചെയ്യാതെ ഇരുന്നതാണ്. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്. കോൺഗ്രസ് ധാർമ്മികത എന്തെങ്കിലും ഒരു ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അവർ രാജിവെപ്പിക്കേണ്ടതായിരുന്നു. ഇനിയും കോൺഗ്രസിന് അക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നതാണ്. ഒരു അന്തർധാരയില്ല. ഞങ്ങൾ ഓപ്പണായിട്ടാണ് ഒപ്പിടിച്ചത്. തലയിൽ മുണ്ടിട്ട് ഒപ്പിട്ട് പോയിട്ട് വന്നിട്ട് അവരിപ്പോൾ തിരിച്ചു പറയുന്നത് അവരോടാണ് പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു അന്തർധാരയുമില്ല, ഒരു ബാഹ്യധാരയുമില്ല. നേരിട്ട് പറഞ്ഞ് ഒപ്പിടിച്ചതാണ്. സർക്കാർ ഒരു സമ്മർദ്ദവും ചെലുത്താതെയാണ് ഒപ്പിട്ടത്.